കൃപാർത്ഥം സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ, ജനനവും വചനവും എന്ന ജനനപ്പെരുന്നാൾ വചന വിചാരങ്ങളുടെ 8ാമത്തെ ദിവസത്തിലേക്ക് ഏറെ സ്നേഹാദരവുകളോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ ഒരു പിതാവ് തൻ്റെ പ്രിയ മകളെ വല്ലാതെ ആഴമായി സ്നേഹിച്ചിരുന്നു. സ്നേഹത്തിൻ്റെ ആഴം അതിന് അധികം ആയുസ് കൊടുത്തില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. തൻ്റെ പ്രിയപ്പെട്ട മകൾ ഒരപകടത്തിൽ മരിച്ചുപോയി. ആ പിതാവ് തൻ്റെ മകളെ ഓർത്ത് വല്ലാതെ നൊമ്പരപ്പെട്ട് കഴിയുകയാണ്. ഒരു ദിവസം അയാൾ ഒരു സ്വപ്നം കണ്ടുപോലും. തൻ്റെ കുഞ്ഞ് സ്വർഗത്തിലെ സുന്ദരമായ പൂന്തോട്ടത്തിൽ മറ്റു കുഞ്ഞുങ്ങളോടൊപ്പം മാലാഖമാരെ പോലെ ഓടിക്കളിക്കുക. അവരെല്ലാം മാലാഖമാരെ പോലെ ഓടിക്കളിക്കുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ കത്തിച്ച ഒരു മെഴുകുതിരിയുണ്ട്. എന്നാൽ സങ്കടകരമായ കാര്യം, തൻ്റെ കുഞ്ഞിൻ്റെ മാത്രം മെഴുകുതിരി അണഞ്ഞു പോയിരിക്കും. അയാൾക്കത് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. സ്വപ്നത്തിൽ കുഞ്ഞ് അയാൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു പോലും, പപ്പയുടെ കണ്ണുനീര് കൊണ്ടാണ് എൻ്റെ മെഴുകുതിരി എപ്പോഴും അണഞ്ഞു പോകും. അയാൾക്കതൊരു തിരിച്ചറിവായിരുന്നു. ജീവിതത്തിൽ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ് മരിച്ച് സ്വർഗീയ ഭവനത്തിലെത്തി മാലാഖമാരോടൊപ്പം സന്തോഷിക്കുമ്പോൾ തൻ്റെ കണ്ണുനീര് തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ മെഴുകുതിരിയെ അണച്ചു കളയുകയാണ്. സ്നേഹമുള്ളവരെ, മരണം ജീവിതത്തിൽ മാറ്റാനാവാത്ത യാഥാർത്ഥ്യമാണെന്ന് ചിലപ്പോഴെങ്കിലും നമ്മൾ മറന്നു പോവുക. നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മളിങ്ങനെ മനപ്രയാസപ്പെട്ടിരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ സന്തോഷിക്കുക എന്നാണോ തോന്നണേ? അവര് ഈ ഭൂമിയിൽ നിന്ന് മരണത്തിലൂടെ മാറ്റപ്പെട്ടതാണ്. നമ്മളാരും കൊന്നുകളഞ്ഞതല്ല. മരണം അത് ഒരടക്കമല്ല, മടക്കമാണെന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. മനുഷ്യൻ്റെ ശരീരം മാത്രമേ മണ്ണിൽ അടക്കപ്പെടുന്നുള്ളൂ. ആത്മാവ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവർ, ജീവിത പങ്കാളിയോ മക്കളോ മാതാപിതാക്കളോ സഹോദരീ സഹോദരങ്ങളോ ആരുമാകട്ടെ, അകാലത്തിലായിരിക്കും വേർപെട്ടു പോയത്. വേദനയുണ്ടാകും, ദുഃഖമുണ്ടാകും. പക്ഷേ ആ ദുഃഖത്തിൽ തന്നെ ഒരായുസ് മുഴുവനും ഒരുക്കി തീർത്താൽ നമ്മുടെ ജീവിതത്തിന് ഗുണമുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിന് സന്തോഷമുണ്ടോ? നമ്മൾ ആത്മശോധന നടത്തേണ്ടെന്നല്ലേ? അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവർ ജീവിതത്തിൽ പാലിച്ച പവിത്രമായ ജീവിത മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. ജീവിതം ദൈവം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ സ്വർഗത്തിൽ ഇരുന്ന് സന്തോഷിക്കാൻ ഇടയായിത്തീരും. ഈ ക്രിസ്മസ് കാലം നമ്മുടെ ജീവിതത്തെ ഒരു പുനർവിചിന്തനത്തിന് വിധേയമാക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. മരണത്തെപ്പറ്റി ക്രിസ്തീയമായ കാഴ്ചപ്പാടുകൾ കാത്തു സൂക്ഷിക്കണം. പ്രത്യാശയില്ലാത്ത മനുഷ്യരെ പോലെ നിദ്ര പ്രാപിച്ചവരെ ഓർത്ത് വിലപിക്കരുത് എന്ന് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നു. പ്രാർത്ഥനയിൽ മേന്മേൽ എന്നെ ഓർപ്പീനെന്ന് പരിശുദ്ധ സഭ വാങ്ങിപ്പോയവർ നമ്മളോട് പറയുന്നതായി പഠിപ്പിക്കുമ്പോൾ വാങ്ങിപ്പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവർ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചു വെച്ചിട്ടുള്ളതായ അനുഗ്രഹീതമായ ജീവിതത്തിൻ്റെ അവസ്ഥകളെ സ്വന്തമാക്കുവാൻ ഈ ക്രിസ്മസ് കാലം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.